ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു വിസ്ഡം ടൂത്ത് റിമൂവലിൻ്റെ ഒരു സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും വേദന ഉണ്ട്. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് സർജറിയാണിത്. മറ്റേ വലിയൊരു സീറ്റ് ഉണ്ടല്ലോ, അതിൽ പിടിച്ച് അങ്ങ് കടത്തി. അതിൽ കടത്തി ആ ലൈറ്റ് മുകളിലത്തെ ഓൺ ചെയ്തപ്പോഴേ എന്നെ പകുതി ജീവൻ അങ്ങ് പോയി. വായന അങ്ങ് തുറന്നു വെച്ച് ഒരു കുത്ത്, ഫസ്റ്റ് കുത്ത് എനിക്ക് വേദനിച്ചു. അതിലിങ്ങനെ ഞാൻ സ്പിറ്റ് ഔട്ട് ചെയ്തതും ബ്ലഡ്. പറഞ്ഞുതരാം, നമ്മളിങ്ങനെ ചെവരിൽ ആണി അടിക്കാൻ വേണ്ടി ഡ്രില്ല് ചെയ്യൂലേ ഒരു സാധനം, അയാള് ഡ്രില്ല് ചെയ്യാൻ തുടങ്ങി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഒരാഴ്ച കൂടുതലായി ഓൺ വോയിസിൽ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് ഇന്ന് 8 ദിവസമായി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു വിസ്ഡം ടൂത്ത് റിമൂവലിൻ്റെ ഒരു സർജറി ഉണ്ടായിരുന്നു. അപ്പം സ്റ്റിച്ച് ഇപ്പോഴും ഉണ്ട് കേട്ടോ, 9 സ്റ്റിച്ച് ഉണ്ട്. അത് എടുത്തിട്ടില്ല, ഇപ്പോഴും സ്റ്റിച്ച് അതുപോലെ ഉണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് സ്റ്റിച്ച് എടുക്കും. അപ്പം സ്റ്റിച്ച് എടുക്കുമ്പോൾ വേദന കാണും എന്നൊന്നും അറിഞ്ഞൂടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അതിന് മുമ്പേ ഒരു വീഡിയോ എടുക്കാമെന്ന്. ടൂത്ത് റിമൂവൽ സർജറി ചെയ്തതിനെ പറ്റി എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ച്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോഴും വേദന ഉണ്ട്. ഇപ്പം നമുക്ക് ശീലമായിക്കോളൂ എന്ന് പറയില്ലേ, അതുപോലെ വേദനിച്ച് വേദനിച്ച് അങ്ങ് ശീലമായി. ചെറുതായിട്ടൊരു സ്വെല്ല് ചെയ്ത് ചെറുതായിട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എന്നാലും സംസാരിക്കണതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, സംസാരിക്കാതിരിക്കാനും പറ്റില്ല. സംസാരിക്കുമ്പം ഇങ്ങനെ കടന്ന് ആയി വേദനിക്കണമുണ്ട്. സാരമില്ല, അവിടെ ഇരുന്ന് വേദനിക്കട്ട്, അല്ലാതെ ഇപ്പം എന്ത് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പം വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് സർജറിയാണിത്. എനിക്കിതിന് മുമ്പ് ഇതുവരെ കീറ മുറിച്ചിട്ടോ അങ്ങനെ ഒന്നുമില്ല. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എന്തെങ്കിലും ഒരു സംഭവം ഇങ്ങനെ ചെയ്യണത്. ആദ്യമൊക്കെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ കോളേജിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ചെല്ലും അവർ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യയാണ് ചെയ്തത്, ഇവിടെ മാത്രം മരവിപ്പിക്കാനുള്ളത് ചെയ്യും, നോർമലി കട്ട് ചെയ്തെടുക്കും, തുന്നിക്കെട്ടി വയ്ക്കും, പരിപാടി കഴിഞ്ഞു. അപ്പം സെഡേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മളൊന്നും അറിയില്ലല്ലോ, ഇവിടെ ഇത്രയും നമ്പാവുമല്ലോ അങ്ങ്. അപ്പം അങ്ങനെയൊക്കെ കേട്ട് കുറേ പേരെടുത്ത് ചോദിച്ച് ഓക്കെ മനസ്സൊക്കെ അതിന് വേണ്ടിയിട്ട് പാകപ്പെടുത്തിയിട്ടാണ് ഞാൻ പോയത്. അന്ന് രാവിലെ ആയപ്പോഴും ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഇത് പറയണം, നിങ്ങൾക്ക് കേൾക്കണത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ സാരമില്ല കേട്ടോ. ഓക്കെ, ഞാൻ എന്തായാലും ഞാൻ പറയും. ഓക്കെ, അപ്പം രാവിലെ പോകാൻ നേരത്തെ ഞാൻ വിചാരിച്ച ദൈവമേ, ഞാൻ അതിൻ്റെ ഇടയിൽ കുറേ ന്യൂസൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വന്നു. സർജറിക്കിടയിൽ പെൺകുട്ടി മരണപ്പെട്ടു, പല്ല് ശസ്ത്രക്രിയക്കിടയിൽ, അങ്ങനത്തെ ന്യൂസൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കണ്. അതൊക്കെ എല്ലാം കൂടി ആലോചിച്ച് ഭയങ്കര ടെൻഷനായിട്ടാണ് ഓൾറെഡി ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോണത്. അവിടെ ചെന്നതും ഡോക്ടർ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. വേറൊരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ വന്നിട്ടാണ് ഇത് ചെയ്തത്. അങ്ങനെ ചെന്നതും ഡോക്ടർ വലിയൊരു സീറ്റ് ഉണ്ടല്ലോ, അതിൽ പിടിച്ച് അങ്ങ് കടത്തി. അതിൽ കടത്തി ആ ലൈറ്റ് മുകളിലത്തെ ഓൺ ചെയ്തപ്പോഴേ എന്നെ പകുതി ജീവൻ അങ്ങ് പോയി. ഓക്കെ, അപ്പോൾ ലൈറ്റൊക്കെ മുകളിൽ ഓണാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കേട്ടാ. ഇഞ്ചക്ഷൻ മറ്റേ സിറിഞ്ചെല്ലാം എടുത്തിട്ട് എന്തോ മരുന്നെടുത്ത് വായന അങ്ങ് തുറന്നു വെച്ച് ഒരു കുത്ത്, ഫസ്റ്റ് കുത്ത് എനിക്ക് വേദനിച്ചു. ഫസ്റ്റ് കുത്ത് ചെറുതായിട്ട് വേദനിച്ച്. അപ്പം തന്നെ നമുക്കിങ്ങനെ മരുന്നിങ്ങനെ കയറി പോകണം അറിയാൻ പറ്റും. കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് ഓൾറെഡി അവിടെ എന്തോ മരവിക്കണത് നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുമല്ലോ. പെയിനിൻ്റെ സെൻസേഷൻ മാത്രമേ ഇല്ലാണ്ടുള്ളൂ, അല്ലാതെ എന്തൊക്കെ ചെയ്തോ അതെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ബാക്കിയെല്ലാം മാറും അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം 6 ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞിട്ട് തുപ്പാൻ പറഞ്ഞു. എനിക്ക് ബാക്കിയകത്തെല്ലാം ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിറയണത് പോലെ തോന്നി. അപ്പം എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ തുപ്പി കളഞ്ഞാൽ മതി. ഞാൻ സ്പിറ്റ് ഔട്ട് ചെയ്തതും ബ്ലഡ്. അത് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. കിടക്കണതിൻ്റെ തൊട്ടിപ്പുറത്തന്നെ ഇവിടെ ഇങ്ങനെ വാഷ് ബേസിൻ പോലത്തെ ഒരു സംഭവം ഉണ്ട്, മറ്റേ ഒരു കുട്ടി സംഭവം. അതിലിങ്ങനെ ഞാൻ സ്പിറ്റ് ഔട്ട് ചെയ്തതും ബ്ലഡ്. അത് കണ്ടപ്പോൾ ഞാൻ അടുത്ത് അവിടെ ഒരു ആൻറ്റി ഉണ്ട് കേട്ടോ, അസിസ്റ്റൻറ്റിന്. അപ്പം അത് സാരമില്ല, അതങ്ങനെ തന്നെ
നീ തുപ്പിക്കോളാൻ പറഞ്ഞു. ഞാൻ തുപ്പി. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ അങ്ങ് കിടന്ന്. അപ്പോഴത്തേനും ഇവിടെ ഒന്നും എനിക്ക് അറിയില്ല. ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പിൻ ചെയ്തെല്ലാം നോക്കി. അപ്പോഴത്തേനും വേദനയൊന്നുമില്ല. ഇവിടെയും നുള്ളി നോക്കി, ഇവിടെയും നുള്ളി നോക്കി. ഞാൻ സംസാരിക്കുമ്പോൾ ലാഗ് ഇടണേന്ന് വെച്ചാൽ സംസാരിക്കുമ്പം ഇങ്ങനെ ചെറുതായിട്ട് അസ്വസ്ഥതയുണ്ട്, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതും ഡോക്ടർ 2 പേരുണ്ട്. എന്നെ ആദ്യം നോക്കിയ ഡോക്ടറും പിന്നെ സർജറി ചെയ്യാൻ വന്ന ഡോക്ടർ. അപ്പം ഡോക്ടർ അപ്പോഴാണ് എൻ്റെ എക്സ്റേ എടുത്ത് നോക്കണത്. നോക്കിയിട്ട് എന്തൊക്കെയോ അവർ 2 പേരും ഒക്കെ പറയണുണ്ട്. ഓ ഇങ്ങനെയാണല്ലേ അങ്ങനെയാണല്ലേ എന്നൊക്കെ. അങ്ങനെ ഇമ്പാക്റ്റഡ് വിസ്ഡം ടൂത്ത് സർജറി അതായിരുന്നു എനിക്ക് ചെയ്തത്. സംഭവം ഇങ്ങനെ ഇരിക്കേണ്ട സാധനം ഇങ്ങനെ ചരിഞ്ഞ് വളർന്ന് ആ ഒരു സംഭവമാണ് ചെയ്തത്. അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് ആ ആൻറ്റിയുടെ അടുത്ത് സിസറും ബ്ലേഡും ഇങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോഴേ എൻ്റെ നെഞ്ച് ഭയങ്കര ഇടിയാണ്. പക്ഷെ വേദനിക്കൂലെന്ന് ഒരു ചെറിയ തോന്നലുള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് കിടന്ന്. അപ്പം തന്നെ വായെല്ലാം വലിച്ചിങ്ങനെ പിളന്നു. അപ്പോഴത്തേന്താ എനിക്കിവിടെ അതിപ്പോൾ പോയി പാട്. ഇവിടെ എനിക്ക് മുറിയൊക്കെ ചെയ്തു. വീട്ടിൽ വന്നിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. തുറന്നിട്ട് അപ്പോഴത്തേനും എനിക്കൊന്നും അറിയണില്ല. എന്തോ കട്ട് ചെയ്ത് സെൻസേഷൻ ഉണ്ട്, ടച്ചിങ് സെൻസേഷൻ ഉണ്ട്, പക്ഷെ പെയിനിൻ്റെ സെൻസേഷൻ മാത്രമില്ല. കട്ട് ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേ ഞാൻ നൈസായിട്ട് കണ്ണ് തുറന്ന് ഇങ്ങനെ ഞാൻ കണ്ണേ തുറക്കണില്ല പേടിച്ചിട്ട്. കണ്ണ് തുറന്ന് നോക്കിയപ്പം എന്തോ ഒരു ഇൻസ്ട്രുമെന്റ്, ഞാൻ പറഞ്ഞുതരാം, നമ്മളിങ്ങനെ ചെവരിൽ ആണി അടിക്കാൻ വേണ്ടി ഡ്രില്ല് ചെയ്യൂലേ ഒരു സാധനം, അതിൻ്റെ ഒരു ചെറിയ ടൈപ്പ് സാധനം. ശബ്ദം കേൾക്കാൻ പറ്റില്ല, ശബ്ദം കേൾക്കാൻ പറ്റും. ആ ഒരു സാധനം ഞാൻ പെട്ടെന്ന് കണ്ണടച്ച്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ വൈബ്രേഷൻ തോന്നും, പേടിക്കൊന്നും വേണ്ട, വേദനയൊന്നും കാണൂല, ഓൾറെഡി കട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞേണ്ട, അതൊന്നും ഞാൻ അറിഞ്ഞില്ല. അയാൾ ഡ്രില്ല് ചെയ്യാൻ തുടങ്ങി. എന്തുവാ ഓക്കെ സോറി, മമ്മി ഇടയിൽ വന്നു ഫുഡ് കഴിക്കാൻ. അയ്യോ, ഫുഡ് കഴിക്കാൻ വിളിച്ചത്. ഇപ്പം സമയം എന്തുവാ, സമയം എത്ര? 8 ഫോക്കസ് ആവ് 8:59. ഞാൻ രാവിലെ എടുക്കാമെന്ന് വിചാരിച്ച വീഡിയോ. ഓക്കെ, അപ്പം ഇങ്ങനെ കുഴിച്ചങ്ങ് ഡ്രില്ല് ചെയ്യുന്നു. എനിക്കാണെങ്കിൽ നല്ല രീതിക്ക് ഇങ്ങനെ നല്ല രീതിക്ക് അറിയാൻ പറ്റും. നല്ല രീതിക്ക് എനിക്ക് ഇവിടുത്തെ ആ ഒരു വൈബ്രേഷൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ വരെ നന്നായിട്ട് എനിക്ക് അറിയാൻ പറ്റണുണ്ടായിരുന്നു. ഇങ്ങനെ അങ്ങ് കുഴിക്കുന്നു. എനിക്കാണെങ്കിൽ ലാസ്റ്റ് ഇങ്ങനെ വൈബ്രേഷൻ ആയി ഞാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. നന്നായിട്ട് നല്ല രീതിക്ക് അറിയാൻ പറ്റുമായിരുന്നു. ഇങ്ങനെ അവരെന്തോ ഇങ്ങനെ തുളച്ച് സത്യം അതൊരു ഡ്രില്ലിങ് മെഷീൻ ആയിരുന്നു, ഒരു ചെറിയ ഡ്രില്ലിങ് മെഷീൻ. അപ്പം ഞാൻ ഈ ഹൗസ് സർജൻസി കഴിഞ്ഞ ഡെൻ്റലിൻ്റെ ചേച്ചിമാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് നമുക്കിങ്ങനെ വൈബ്രേഷൻ അറിയാൻ പറ്റും, പക്ഷേ ഇത് നല്ല രീതിക്ക് വൈബ്രേഷൻ അറിയാൻ പറ്റും. നല്ല വൈബ്രേഷൻ ഉണ്ടായിരുന്നു. എനിക്കിവിടെ ഞാൻ ഇങ്ങനെ പിടിച്ച് വെച്ചുകൊണ്ടാണ് ഇരുന്നത്. ഇവിടുത്തെ ഇത് ഇപ്പുറത്തോട്ട് നല്ല രീതിക്കായി. അങ്ങനെ ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് ഞാൻ അപ്പോഴപ്പോഴാണ് ചോദിക്കണുണ്ട് കഴിഞ്ഞോ. ലാസ്റ്റ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് കഴിഞ്ഞോ എന്ന് ഇടയ്ക്ക് ചോദിക്കണ്ട കേട്ടോ, കഴിയുമ്പോൾ പറയാവേ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ കിടന്ന് കുറേ കഴിഞ്ഞപ്പോൾ മുഖത്ത് എന്തൊക്കെയോ വെള്ളം തെറിക്കുന്നു. ഞാൻ ഒന്ന് കണ്ണൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ബ്ലഡിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം തന്നെ ഞാൻ കണ്ണങ്ങടച്ച് കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് മുകളിലത്തത് കഴിഞ്ഞു പറഞ്ഞ് അവരെന്തോ സ്റ്റിച്ചെല്ലാം ചെയ്ത് കഴിഞ്ഞു, ഇനി താഴത്തെ സ്റ്റിച്ച് കൂടെ ഇട്ടാൽ മതി, കഴിയുമെന്നൊക്കെ പറഞ്ഞ്. പിന്നെ 9:30 കഴിഞ്ഞപ്പോൾ കയറി 10:30 ആയപ്പോൾ കഴിഞ്ഞ് 1 മണിക്കൂർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. 10:30 ആയപ്പോൾ കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. 10:30 ആയപ്പോൾ ഏകദേശം കഴിഞ്ഞു, ഓക്കെ ആയിട്ടുണ്ട്. പെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പറയണമെന്ന് പറഞ്ഞ്. അപ്പോഴത്തേനും എനിക്ക് പെയിൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ച വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും സംസാരിക്കണേന്
വേദന ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് നല്ല രീതിക്ക് ഞാൻ സംസാരിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് കുറേ നേരം ഇൻട്രാക്ട് ചെയ്ത് ഡോക്ടർ പറഞ്ഞു സംസാരിക്കരുത് മമ്മി അവിടെ ഇരുന്ന് സംസാരിക്കേണ്ട വാനക്കരുത്. ഞാനാണെങ്കിൽ നല്ല രീതിക്ക് അപ്പം എനിക്ക് സംസാരിക്കാൻ പറ്റണമുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ നല്ല രീതിക്ക് സംസാരിച്ച് വായൊക്കെ ഇളക്കി. വീട്ടിൽ വന്ന് ആ മരവിപ്പിൻ്റെ അതൊന്ന് പോവാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ അമ്പോ ഞാൻ പരലോകം കണ്ട്. അത്രയ്ക്ക് വേദനയായിരുന്നു. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതൊന്നും അത്ര വലിയ സംഭവമല്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ് ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ എടുക്കട്ടെ. ഓക്കെ, അപ്പം ഇതൊന്നും അത്ര വലിയ സംഭവമുള്ള കാര്യമൊന്നും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാം, ഇനി എനിക്ക് മാത്രമാണോ ഇങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതാ ഇതേപോലെ പല്ലെടുത്ത് എല്ലാവർക്കും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. മുകളിൽ 2 സ്റ്റിച്ചും താഴെ 7 സ്റ്റിച്ചും ആയിരുന്നു, മൊത്തം 9 സ്റ്റിച്ച്. ബോണ് കട്ട് ചെയ്തിട്ടാണ് ടീത്ത് പുറത്തെടുത്തത്, അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ടിട്ട് നല്ല രീതിക്ക് റെസ്റ്റൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. നല്ല വേദന എന്ന് വെച്ചാൽ നല്ല പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് തല ഈ ഒരു സൈഡ് ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വേദന ഉണ്ടായിരുന്നു. വീട്ടിൽ വന്ന് ഞാൻ കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞാൽ പെയിന് അത്രയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ് ചെന്നുടനെ പെയിൻ കില്ലർ കഴിച്ചാൽ മതി, അതാകുമ്പോൾ വേദന വരുന്നതിന് മുമ്പ് പെയിൻ കില്ലർ കഴിച്ചാൽ വേദന മാറുന്നു. അപ്പം 8 മണിക്കൂർ ഇടവിട്ട മരുന്ന് കഴിക്കാറുണ്ട്. അങ്ങനെ പെയിൻ കില്ലർ എടുത്ത് ഒരു 30 മിനിറ്റ് ആകുമ്പോൾ വേദന ഒന്ന് ശമിക്കും, വേദന ഒന്ന് കുറയും. അപ്പോഴത്തേനുമാണ് എന്തെങ്കിലും അന്നത്തെ ദിവസം ഞാൻ ലിക്വിഡ് മാത്രമേ കഴിച്ചുള്ളൂ. എനിക്ക് ഐസ്ക്രീമൊക്കെ ഞാൻ കുറേ ഐസ്ക്രീം എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചൊക്കെ ഇരുന്ന ഐസ്ക്രീം എല്ലാം വാങ്ങിച്ചിട്ട് വന്നു. പക്ഷെ ഐസ്ക്രീം പോലും കഴിക്കാൻ തോന്നൂല, വാക്കകത്ത് ഇങ്ങനെ തുറക്കാൻ വേണ്ടിയിട്ടേ പറ്റൂല. എനിക്കിപ്പോൾ ഒരു 3 ഫിംഗർ എക്സർസൈസ് പറഞ്ഞിട്ടുണ്ട്. ഈ 3 ഫിംഗർ ഇങ്ങനെ വാക്കകത്ത് ഇങ്ങനെ വച്ചിട്ട് അത്രയും വാ തുറന്നിട്ട് വേണം പോകാനെന്ന്. എനിക്കിപ്പോൾ 2 കയറുന്നുള്ളൂ. ഇനി വീഡിയോ എടുത്ത് തീർന്നിട്ട് വേണം ബാക്കി 3 കയറ്റി വാ ഒന്ന് തുറന്ന് വയ്ക്കുക, എന്നാലേ വൈകിട്ട് സ്റ്റിച്ച് എടുക്കാൻ പോകുമ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എനിക്കാണെങ്കിൽ ഒന്നും കഴിക്കാനും പറ്റില്ല, അത്രയ്ക്ക് പെയിന്. പക്ഷെ മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റിലൊരു 3, 4, 5 മണിക്കൂർ പെയിന് കുറഞ്ഞിരിക്കും. പക്ഷെ മരുന്നിൻ്റെ എഫക്റ്റ് പോകുമ്പോൾ വീണ്ടും വേദന തുടങ്ങും. അങ്ങനെ 8 മണിക്കൂർ ഈ എഫക്റ്റ് തീരണതിന് മുമ്പ് വേദന തുടങ്ങും കേട്ടോ. അപ്പോഴത്തേനും ഇങ്ങനെ പുഴു കിടന്ന് ഇങ്ങനെ ഞളയും പോലെ ഞാൻ കിടന്ന് ഞളയും. കാരണം അത്രയ്ക്ക് പെയിൻ ഉണ്ടായിരുന്നു. എനിക്കറിഞ്ഞൂടെ ഇനി എനിക്ക് മാത്രമാണോ ഇങ്ങനെ പെയിൻ ഇത്ര ഇങ്ങനെ കൂടി നിന്നേന്നാണോ, പക്ഷെ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അതിപ്പം ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും. ഒരാൾക്ക് ഞാൻ പറഞ്ഞില്ല, കമൻ്റ് ഇട്ട ആൾ ഇതേപോലെ പല്ലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അയാൾക്ക് ഇത്ര വേദനയൊന്നുമില്ല, പിറ്റേ ദിവസം ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പല്ല് എടുത്ത് മാത്രം കളഞ്ഞതായിരിക്കും, ഇങ്ങനെ സർജറി പോലെ ചെയ്ത് ആയിരിക്കൂല, എനിക്ക് അറിഞ്ഞൂടാ, എന്തോ വാട്ടവർ, അത് പോട്ട്. എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. ഇനി ഇതേപോലെ ഇനി വിസ്ഡം ടൂത്തിൻ്റെ സർജറി ചെയ്യാൻ പോണവരടുത്ത് ഞാൻ പറയണ കാര്യമെന്ന് വെച്ചാൽ, വേദന ഉണ്ട്. സർജറി ചെയ്യുമ്പോഴൊന്നും വേദനിക്കില്ല. ഫസ്റ്റത്തെ ഒരു ഇഞ്ചക്ഷൻ ചെറുതായിട്ട് ഇങ്ങനെ വേദനിക്കും, ബാക്കി 5 ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴും നമ്മൾ അറിയില്ല. എനിക്ക് മൊത്തം 6 ഇഞ്ചക്ഷൻ എടുത്തു, ബാക്കി ഇഞ്ചക്ഷനൊന്നും അധികം അറിയൂല. എന്തുവാ, അയ്യോ ചൂടെടുക്കണം. ബാക്കി സർജറി ചെയ്യണമെന്ന് അറിഞ്ഞില്ല. പക്ഷേ സർജറി ചെയ്ത് കഴിഞ്ഞ് മരുന്നിൻ്റെ മറ്റേ സെഡേഷൻ്റെ എഫക്റ്റ് പോകുമ്പം വേദന തുടങ്ങും. പക്ഷേ ആ വേദന തുടങ്ങുന്നതിന് മുമ്പ് മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ വേദന കുറയും. അപ്പം അതിനനുസരിച്ച് മരുന്ന് കഴിക്കണം, മനസ്സിലായോ? കറക്റ്റ് 8 മണിക്കൂർ ഗ്യാപ്പിൽ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ വേദന കുറഞ്ഞിരിക്കും. പിന്നെ ലിക്വിഡ് മാത്രം തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴെൻ്റെ നൂലൊക്കെ ഇളവി ഇഞ്ഞ് വന്നു ഏകദേശം. എങ്ങനെയൊക്കെ ഞാൻ പിന്നെ ചേർത്തവിടെ വെച്ചതാണ്, അങ്ങനെ ഇരിപ്പുണ്ട്. നൂലൊക്കെ ഇളവി വന്നിട്ടുണ്ട്. അപ്പം ഇനി വിസ്ഡം ടൂത്ത് എടുക്കാൻ പോണവരടുത്ത് വേദന ഉണ്ട്. ഡ്രില്ലിങ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. ഞാൻ പറഞ്ഞ് പേടിപ്പിക്കണമല്ല, എൻ്റെ അടുത്ത് എല്ലാവരും എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ കള്ളങ്ങൾ പറഞ്ഞു, അത്ര വേദനയൊന്നും കാണൂല എന്നൊക്കെ. വേദന ഉണ്ട്. സർജറി കഴിഞ്ഞ് ആ കട്ട് ചെയ്തൊക്കെ അല്ലേ, നമ്മൾ ബോണൊക്കെ കട്ട് ചെയ്തല്ലേ എല്ല് പുറത്തെടുത്തേക്കണത്. തുന്നിക്കെട്ടിയൊക്കെ വെച്ചേക്കുമ്പോൾ ചുമ്മാ തന്നെ സ്കിന്ന് കീറി തുന്നിക്കെട്ടി വെച്ചേക്കുമ്പോൾ വേദന കാണൂലേ, അതുപോലെ വേദന ഉണ്ട്. സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം വിസ്ഡം ടൂത്തിൻ്റെ സർജറി ചെയ്യാനൊക്കെ പോയാൽ മതി. പിന്നെ
അവർ മുകളിലത്തെയും താഴത്തെയും പല്ലെടുക്കാൻ പറയും. മുകളിലത്തത് എടുക്കണോ വേണ്ടെന്ന് ഒന്നുകൂടെ ചോദിച്ചിട്ട് മാത്രം മുകളിലത്തെ പല്ലെടുത്താൽ മതി. അല്ലെങ്കിൽ മുകളിലത്തെ പല്ല് ചുമ്മാ എടുക്കണ്ട. എനിക്ക് എടുക്കണ്ടായിരുന്നു എന്നാണ് തോന്നണത്. ഇനി ഇപ്പുറത്തെ സൈഡിൽ എനിക്ക് എടുക്കാനുണ്ട്. ഞാൻ ചെയ്യാൻ പോകില്ല എന്ന് വെച്ചാൽ ചെയ്യാൻ പോകില്ല. വേദന വന്ന് അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോഴേ ഞാൻ ഇനി ഈ സൈഡിൽ എന്തെങ്കിലും ചെയ്യാൻ പോവുള്ളൂ. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരാഴ്ച ഞാൻ മെനങ്ങാന്നാണ് ചെറുതായിട്ടെങ്കിലും വേദന ഒന്ന് കുറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ശീലമായി എന്ന് പറഞ്ഞില്ലേ, സഹിച്ച് ശീലമായി. സഹിക്കാൻ പറ്റണ ശീലമായത് മെനങ്ങാന്നാണ്. അപ്പം ഇപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ശീലമായി. അപ്പം വേദന സഹിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം പല്ലിൻ്റെ, അതും ഈ കഴിക്കാനൊന്നും പറ്റാതെ എനിക്ക് നല്ല വിശപ്പ്, എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ അതിനൊക്കെ പറ്റുമെങ്കിൽ മാത്രം സർജറിക്കൊക്കെ പോയാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. കുറേ ഫ്രൂട്ട്സ് ജ്യൂസ്, പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അർജുന, അഭിനവ്, ശ്രീലക്ഷ്മി, ആനക വന്നിട്ടുണ്ടായിരുന്നു, അഞ്ജു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ വിഭജിക വന്നു, വിസ്മയ ചേച്ചി വന്നു, എല്ലാവരും വന്നു എന്നെ കാണാനൊക്കെ വന്നു. എനിക്കത് ഭയങ്കര സന്തോഷമായി. എനിക്ക് വിശക്കണം. മമ്മി ഇതാ കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച്. നമുക്കിനി കഴിക്കാൻ പോയി സംസാരിക്കാം. അയ്യോ ഇരുട്ട്. ഓക്കെ, അപ്പം ഇന്ന് വൈകിട്ട് എന്തൊരു പാടോ എനിക്കറിഞ്ഞൂടാ. പപ്പ വന്നിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. പപ്പ കൊണ്ടുപോവാന്ന് പറഞ്ഞു. ഇന്ന് വൈകിട്ട് സ്റ്റിച്ച് എടുത്തിട്ട് എനിക്ക് തിങ്കളാഴ്ച ക്ലാസ് ഉണ്ട്. തിങ്കളാഴ്ച നമുക്ക് കോട്ട് സെറമണിയാണ്, വൈറ്റ് കോട്ട് സെറമണി. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും പോയി കഴിക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വീശപ്പവും കടലക്കറിയാണ്. നല്ല സൂര്യപ്രകാശം, വെയിൽ കൊള്ളലെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് പോയി ഫുഡെല്ലാം കഴിക്കാം. ഇതാര് ആ ഭാഗത്തുണ്ട്, പോയി നോക്ക്. അപ്പോൾ ഗൈസ്, ഫുഡെല്ലാം കഴിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തുവാ, ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കുട്ടി വീഡിയോ ഇട്ടത്. ലൈക്ക് വൈറ്റിനി സ്റ്റിച്ച് എങ്ങാനും എടുക്കാൻ പോയി അവിടെ എങ്ങാനും കുടുങ്ങിയിരുന്ന് ഇനി അടുത്ത് വീണ്ടും സെഡായിട്ടൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് സംസാരിക്കാൻ കുറച്ച് ലാഗായി പോയാലോ, ഇനിയും താമസിച്ചാലോ. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുത്തത്. അപ്പം സ്റ്റിച്ച് എടുക്കാൻ ഇനി വൈകിട്ടേ പോകുള്ളൂ. പപ്പ ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് അവിടെ 9-10 മണി വരെ ഹോസ്പിറ്റലിൽ വർക്കിംഗ് ആണ്. അപ്പം എപ്പോഴെങ്കിലും പോയാൽ മതി. അയ്യോ, ദോയാറ് പറഞ്ഞു. അവിടെ നിന്ന് മാറി ഇവിടെ വന്നിരുന്ന വീഡിയോ എടുക്കുമ്പോൾ ഇവിടെയും വരും. ഓക്കെ, മമ്മിയുടെ ഫോൺ ഞാൻ കണ്ടില്ല. അവൻ്റെ കയ്യിലിരിക്കണം, ഒരു ഫോൺ അവൻ്റെ കയ്യിലിരിക്കണം. ഞാൻ വിചാരിച്ച അജിത്തിൻ്റെ ആയിരിക്കുന്നു. പോയി. അപ്പം ഞാൻ ഇത്രയും ദിവസം ഇവിടെ, ഞങ്ങൾക്ക് ഇങ്ങനെ വീടിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു റൂം ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടെയാണ് മമ്മിയും പപ്പയും കിടക്കണത്. അപ്പം ഞാൻ ഇത്രയും ദിവസം ഇവിടെയാണ് കിടന്നത്. ഇപ്പം ഞാൻ റൂമിൻ്റെ അകത്തോട് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഫുള്ള് മാറാല പിടിച്ച് കിടക്കണം, പൊടിയും അതും ഇതൊക്കെ ആയിട്ട്. അപ്പം ഇപ്പം എന്തായാലും അതൊന്നും ഒതുക്കാൻ വേണ്ടിയിട്ടൊന്നും പോകണമൊന്നുമില്ല. ലൈക്ക് എൻ്റെ അടുത്ത് ദേഹം അനങ്ങി ഒന്നും ചെയ്യില്ലെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഒന്നും ചെയ്യാറില്ല. എന്നിട്ടാണ് ഈ ദേഹം ഇതും വെച്ചോണ്ട് ഞാൻ ഇനി അവിടെ ഇനി എല്ലാവർക്കും വൃത്തിയായിക്കണം. ഓൾറെഡി ഞാൻ ഇന്നലെ അവിടെ കിടന്നപ്പോഴേ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ, തുമ്മലും ഒക്കെ ആയിരുന്നു. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ. പെട്ടെന്ന് തന്നെ റെഡിയായി സെറ്റായി. ഇനി കണ്ടിന്യൂസ് അങ്ങോട്ട് വ്ളോഗൊക്കെ വരും. തിങ്കളാഴ്ച നമുക്ക് കോട്ട് സെറമണി ഉണ്ട്. വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അന്നത്തെ വ്ളോഗ് ഞാൻ എടുക്കും. നമുക്ക് അവിടെ നിന്ന് കോട്ട് കിട്ടും കോളേജിൽ നിന്ന്. അപ്പം പറ്റുമെന്നുണ്ടെങ്കിൽ ഷൂസ് വാങ്ങിക്കാൻ പോകണം. ഷൂസ് എല്ലാം ഇട്ടിട്ട് വേണം ചെല്ലാനെന്നാണ് പറഞ്ഞത്. അപ്പം ഇന്ന് വൈകിട്ട് ഷൂസ് മേടിക്കാൻ വേണ്ടിയിട്ട് പോകണം പപ്പയുടെ കൂടെ. അപ്പം അതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഒരു ലൈക്കും കൂടെ കൊടുക്കണം. അപ്പം എന്തായാലും പെട്ടെന്ന് സുഖമൊക്കെ ആയിട്ട് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.